നല്ല കറുമുറ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ബട്ടറി കൊഞ്ചിന്റെ റെസിപ്പിയാണ് കേട്ടോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അത് നമ്മുടെ കൊച്ചി കായലിൽ നിന്ന് പിടിച്ച നല്ല ജിമിട്ടൻ കൊഞ്ചി. ലെറ്റ്സ് ഗോ. ആദ്യം നമുക്ക് ഈ കൊഞ്ചിന്റെ തലേം തോടൊക്കെ മാറ്റി നടുക്കുന്ന കീറി ആ കറുത്ത വെയിനൊക്കെ മാറ്റി ക്ലീൻ ചെയ്ത് ബട്ടർഫ്ലൈ ചെയ്ത് വെക്കാട്ടോ. ഞാനിവിടെ 7 വലിയ കൊഞ്ചിന്റെ റെസിപ്പിയാണ് പറയുന്നത്. ഇനി കുറച്ച് ഫ്രോസൺ സമോസ ഷീറ്റ് എടുത്ത് ചുരുട്ടി നീളത്തിൽ സ്ട്രിങ്സ് ആയിട്ട് അരിഞ്ഞു വെക്കാട്ടോ. ഒരു പ്ലേറ്റിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺസ്റ്റാർച്ച്, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഗാർലിക് പേസ്റ്റും കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്ത് വെക്കാട്ടോ. ഇനി നമ്മുടെ കൊഞ്ചെടുത്ത് ആ മിക്സറിലിട്ട് നല്ലോണം മാരിനേറ്റ് ചെയ്ത് ആ അരിഞ്ഞു വെച്ച സമൂസ ഷീറ്റ് എടുത്ത് പൊതിഞ്ഞ് അങ്ങോട്ട് മാറ്റി വെക്കാം. കോൺസ്റ്റാർച്ച് ഉള്ളതുകൊണ്ട് ആ സമൂസ സ്ട്രിങ്സ് പശ പോലെ ഒട്ടിന്നോളൂ കേട്ടോ. അതുകൊണ്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യണം കേട്ടോ. ഈ സ്റ്റെപ്പ് മിസ് ചെയ്യല്ലേ. ഇനി കുറച്ച് ഗ്രീൻ ഓണിയൻസ് നീളത്തിലും ഡൈസ് ചെയ്തും വെക്കാട്ടോ. ഒരു പിടി മല്ലിയില ഡൈസ് ചെയ്യാം, ഒരു പച്ചമുളക് ഡൈസ് ചെയ്യാം. ഇനി ഒരു പാനിലേക്ക് ഷാലോ ഫ്രൈ ചെയ്യാൻ പാകത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ആ കൊഞ്ച് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി കൊഞ്ച് മീഡിയം ഫ്ലെയിമിൽ നമുക്ക് ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ അരമണിക്കൂർ ആ കൊഞ്ചൊന്ന് ഫ്രീസ് ചെയ്താൽ കോട്ടിങ് നല്ല ഫേം ആയിട്ട് ഇരുന്നോളൂ കേട്ടോ. ഇനി അതേ എണ്ണയിൽ നമ്മൾ ആ നീളത്തിൽ അരിഞ്ഞ ഗ്രീൻ ഓണിയൻ ഒന്ന് ഫ്രൈ ചെയ്ത് വെക്കാം കേട്ടോ. ഗാർണിഷിനാണ്. ഇനി വേറൊരു പാനിൽ കുറച്ച് ബട്ടർ ഇട്ട് അതിലേക്ക് നേരത്തെ ഡൈസ് ചെയ്ത് വെച്ച എല്ലാ ഐറ്റംസും ഇട്ട് കൊടുക്കാം കേട്ടോ. കൂടെ ഒരു പിഞ്ച് കുരുമുളക് പൊടിയും ഇട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. അപ്പൊ അത്രേ ഉള്ളൂ. ഇനി പ്ലേറ്റ് ചെയ്യാനായിട്ട് ഭംഗിക്ക് ഒരു വാഴയിലയുടെ പീസ് വെച്ച് കൊടുക്കാം. അതിന്റെ മേളിലേക്ക് നമ്മുടെ കൊഞ്ച് വെച്ച് കൊടുക്കാം. ആ ബട്ടറി ഗ്രീൻസ് ഒരു സ്പൂണിൽ എടുത്ത് അതിന്റെ കൊഞ്ചിന്റെ മേളിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതുണ്ടല്ലോ അതിന്റെ മേളിൽ നാരങ്ങ ഇങ്ങനെ പിഴിഞ്ഞ് ഒരു കടി ഇങ്ങനെ കടിച്ചാലുണ്ടല്ലോ എന്റെ സാറേ പൊളിയായിട്ട്. ഈ ഇഫ്താറിന് എന്തായാലും ട്രൈ ചെയ്യേണ്ട ഒരു കിടിലൻ സ്നാക്ക് റെസിപ്പി ആയിരിക്കട്ടെ ഇത്. അപ്പൊ പുതിയ റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പൊ ശരി.